സങ്കീർത്തനം 53:5. നിന്റെ നേരെ പാളയമിറങ്ങിയവൻ്റെ അസ്ഥികളെ ദൈവം ചിതറിച്ചുവല്ലോ. ദാവീദ് സീഫ്യരുടെ അടുക്കൽ ഒളിച്ചിരുന്നപ്പോൾ അവർ ശൗലിനോട് വിവരം അറിയിച്ച സാഹചര്യത്തിലാണ് ഈ സങ്കീർത്തനം രചിക്കപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു. ദൈവമില്ല എന്ന് പറയുന്ന മൂഢന്മാരുടെ വഷളത്തരത്തെയും നന്മ ചെയ്യാതെ നീതികേട് പ്രവർത്തിക്കുന്നവരെയും കുറിച്ച് ഈ സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞിരിക്കുന്നു. ഇവിടെ 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ജനത്തെ ആക്രമിക്കുവാൻ വരുന്നവർ പൂർണ്ണമായും നശിപ്പിക്കപ്പെടുമെന്നാണ്. തൻ്റെ ജനത്തെ സംരക്ഷിക്കുവാൻ ദൈവം നേരിട്ടിറങ്ങി വരും എന്നതിൻ്റെ ഉറപ്പാണ് നാം ഇവിടെ കാണുന്നത്. ശത്രു ഒരു സൈന്യമായി പാളയമിറങ്ങിയാലും ദൈവം അവരെ തകർക്കുമെന്നിവിടെ പറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനം 27:3 ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും എന്ന് ദാവീദ് പറയണമെങ്കിൽ ദാവീദിൻ്റെ വിശ്വാസവും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനവും എത്ര വലുതായിരുന്നായിരിക്കണം. ഒരു സൈന്യമെന്ന് പറയുമ്പോൾ എത്രമാത്രം ജനങ്ങളും ആയുധങ്ങളും ഒക്കെയായിട്ട് എത്രമാത്രം വൈരാഗ്യത്തോടെ ആയിരിക്കും അവർ കടന്നു വരുന്നത്. എന്നാൽ അവരുടെ അസ്ഥികളെ ചിതറിച്ച് കളയുവാൻ സാധിക്കുന്ന, അവരെ തുരത്തി ഓടിക്കുവാൻ സാധിക്കുന്ന ഒരു ദൈവം തനിക്കുണ്ട് എന്ന് ദാവീദിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. സങ്കീർത്തനം 144:7 ഉയരത്തിൽ നിന്ന് തൃക്കൈ നീട്ടി എന്നെ വിടുവിക്കണമേ, പെരുവെള്ളത്തിൽ നിന്നും അന്യജാതിക്കാരുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നു. ദാവീദിനറിയാം തൻ്റെ ദൈവം ശത്രുപാളയത്തിൽ ഇറങ്ങിച്ചെന്ന് അവരെ തകർത്ത് തൻ്റെ ദാസനെ വിടുവിക്കുമെന്ന്. യെശയ്യാവ് 25:5 വരണ്ട നിലത്തിലെ ഉഷ്ണത്തെ പോലെ നീ അന്യന്മാരുടെ ആരവത്തെ അടക്കിക്കളയുന്നു, മേഘത്തിൻ്റെ തണൽ കൊണ്ട് ഉഷ്ണമെന്ന പോലെ നിഷ്കണ്ടകന്മാരുടെ പാട്ട് ഒതുങ്ങിപ്പോകും എന്നെഴുതിയിരിക്കുന്നു. നമ്മുടെ നേരെ ശത്രുതയുമായി വരുന്നവർ, തന്ത്രപരമായി നമ്മെ തകർക്കുവാൻ നോക്കുന്നവർ, നമ്മുടെ പിന്നിൽ നിന്ന് നമ്മെ കൊത്തുന്നവർ, നമ്മെക്കുറിച്ച് സകല തിന്മയും കളവായി പറയുന്നവർ, ഇങ്ങനെയൊക്കെ ഉള്ളവരെ ദൈവം ചിതറിച്ചു കളയുമെന്ന് ഇവിടെ വാഗ്ദത്തം ചെയ്യുകയാണ്. ഒരു ബോംബ് വീണാൽ ഒരു മനുഷ്യ ശരീരം എങ്ങനെ ചിതറിത്തെറിക്കുമോ അപ്രകാരം നമുക്കെതിരെ വരുന്ന ശത്രുവിനെ ദൈവം ഓടിച്ചു കളയും എന്ന് വചനം ഉറപ്പ് നൽകുന്നു. അവർ ഒരു വഴിയായി വരും, എന്നാൽ 7 വഴിയായി ഓടിപ്പോകും. നമ്മെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ തലമുറകളെ, ആരോഗ്യത്തെ, സാമ്പത്തികത്തെ, സമാധാനത്തെ, ദൈവസഭയെ ഒക്കെ തകർക്കുവാൻ ശ്രമിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തി ഏതായാലും അതിനെ ദൈവം തകർക്കുമെന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ഉറയ്ക്കാം. വചനത്തിൽ മുറുകെ പിടിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങയുടെ സംരക്ഷണത്തിനായി നന്ദി. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.